തിരമാലകൾ ആർത്തുലയ്ക്കുന്ന ഈ താഴ്വാരത്തിൽ എന്താ പറയുക, ബീച്ചിൻ്റെ താഴ്വാരത്തിരിത്ത് നല്ല കുളിർമയുള്ള കാറ്റും കൊണ്ട് ഞങ്ങൾ രണ്ട് സുഹൃത്തുക്കളല്ല കേട്ടോ, ഇതൊന്ന് എൻ്റെ മകളാണ്. മകള് പറഞ്ഞാൽ ഇടത്തിൻ്റെ മോളാണ്. പക്ഷെ ഞങ്ങളിങ്ങനെ ഇരുന്ന് ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ നല്ല മൊഞ്ചുള്ള സമയം, അതായത് സമയം 4 മണിയായിട്ടുള്ളൂ. പക്ഷേ ആ 4 മണി ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ എന്തുമാത്രം രസമാണെന്നറിയോ. ഈ 4 മണിക്കൊക്കെ വന്നിട്ട് ഇരിക്കണം. എത്രയോ പേരുണ്ട് ഇവിടെ. നിങ്ങൾ കാണുന്നുണ്ടോ, ഇതാ ബീച്ച്, അതൊക്കെ ബീച്ചാണ്, ഇത് ബീച്ചാണ്, ഇതാ ബീച്ചാണ്. ബീച്ചിൻ്റെ അടിത്തട്ടാണ് ഇതായി കാണുന്നത്. അതാണ് വെള്ളമൊക്കെ പരമാല ടട്ടേന്ന് അടിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ കൗതുകമൊക്കെ നോക്കി ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്നത് എൻ്റെ മകനും കൂടിയിട്ടാണ്. അവൻ്റെ കൂട്ടുകാരന്മാരുമായിട്ട് ഇങ്ങനെ കറങ്ങാൻ പോയി. കുറേ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ താഴ്വാരമൊക്കെ നോക്കിയിരുന്ന് നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. താഴ്വാരം കാണാൻ നല്ല മൊഞ്ചൊക്കെ ഉണ്ട്. പിന്നെ കുറേ ബൊമ്മ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചായയൊക്കെ ഒരു ചുക്ക് കാപ്പിയൊക്കെ, ഞങ്ങൾ ഓരോ ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഇരിക്കുന്നില്ലേ അല്ലേ? ആ, അപ്പം ഞങ്ങളിന്ന് എന്താ പറയുക, ചുക്ക് കാപ്പിയൊക്കെ കഴിച്ച് കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇനി ഞങ്ങൾ കയറാൻ പോകുന്നത് പിന്നെ എവിടേക്കാണ്? വയനാട്ടിലേക്കല്ലേ? വയനാട് പോയി നമ്മളൊരു ഒരു ബ്ലോഗും കൂടി അടിച്ചു പൊളിച്ച് ഒരു ബ്ലോഗും കൂടി ചെയ്തിട്ട് പോകാമല്ലേ? എടുക്കാമല്ലേ? ഒരു ഇതും കൂടി എടുക്കാമല്ലേ? അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാണാൻ വന്നതാണ്. ഒരു സൗന്ദര്യമുള്ള ഒരു പ്രദേശം. ആദ്യമായിട്ടാണ് ഈ സന്ധ്യാസമയങ്ങൾ, അതും 4 മണി സമയത്തൊക്കെ നമ്മൾ ബീച്ചിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ബീച്ചൊക്കെ ആസ്വദിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ഒരു കാര്യമുണ്ട് കേട്ടോ, എന്താ പറയുക, രാവിലെ 5 മണിക്കാണ് നമ്മൾ കോഴിക്കോട് നിന്ന് ബസ്. അപ്പോൾ ആ ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം വഴി ഇവിടെ കുത്തിരിക്കുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങിയതാണ്, 9:30 ഇറങ്ങിയതാണ്. ട്രെയിന് വരാൻ 1.5 മണിക്കൂർ ലൈറ്റ് ഓടിയതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾക്ക് വണ്ടിയിൽ ഇരിക്കാൻ സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഇനി പോകുന്നിടത്തേക്കെങ്കിലും ബുക്ക് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ ബുക്ക് ചെയ്തത് 5 മണീൻ്റെ ടിക്കറ്റിനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങൾക്ക് രണ്ടാൾക്കും കിട്ടിയത് ലാസ്റ്റിന് മേലെ 3ാമത്തെ സീറ്റാണ്. അതും 2 സീറ്റ്. പിന്നെ മോനിക്ക് അതിൻ്റെ ബാക്കിൽ സീറ്റ്. അങ്ങനെ. പിന്നെ ബാക്കിയൊന്നുമില്ലല്ലോ വിശേഷം. ഓക്കെ, ബൈ ഗേസ്, ടാറ്റാ, ബൈ, സി യു. അപ്പം നമുക്ക് നാളെ ഇതുപോലൊരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ഇടാം കേട്ടോ.